രാമേശ്വരത്തേക്കുള്ള ഏക പ്രവേശനമാർഗവും ഏക രക്ഷാമാർഗവും. 3 കിലോമീറ്ററിൽ ആ വിസ്മയം നീണ്ടു നിവർന്നു നിൽക്കുന്നു. പാമ്പൻ പാലം. സദാ കലഹിക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രം, ആൺകടൽ, ശാന്തമായ ബംഗാൾ ഉൾക്കടലിനെ പെൺകടലെന്നും ഇന്നാട്ടുകാർ വിളിക്കുന്നു. ആൺകടലും പെൺകടലും കൂടിച്ചേരുന്നിടം ധനുഷ്കോടി. കോടി എന്നാൽ മുനമ്പ്, ധനുഷ് എന്നാൽ വില്ല്. ശ്രീരാമൻ്റെ വില്ലുമായി ബന്ധം. തീരത്തുനിന്ന് 3 കിലോമീറ്റർ ദൂരം കടലിന് മുകളിലെ പാമ്പൻ പാലത്തിലൂടെ യാത്ര ചെയ്താൽ രാമേശ്വരം ദ്വീപ്. അവിടെ നിന്ന് 18 കിലോമീറ്റർ അകലെ ധനുഷ്കോടി. കണ്ണും മനസ്സും നിറയ്ക്കുന്ന ഈ യാത്രയിൽ ഒപ്പം ചേരുക. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തേക്കാണ് ആദ്യം പോയത്. രാമർപാദം. രാമേശ്വരത്തെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് രാമർപാദം എന്ന പേരിൽ അറിയപ്പെടുന്ന ഗന്ധമാദന പർവ്വതം. ഇത് 2 നിലയുള്ള ഒരു മണ്ഡപമാണ്. ഇതിൻ്റെ 1-ാം നിലയിലെ ശ്രീകോവിലിൽ ശ്രീരാമൻ്റെ പാദങ്ങൾ ചക്രത്തിൽ പതിച്ചിട്ടുണ്ട്. നമ്മുടെ പുരാണങ്ങൾ പറയുന്ന പ്രകാരം കടലിന് കുറുകെ രാമസേതു പാലം പണിയുന്നതിന് മുന്നേ രാമൻ ഈ സ്ഥലത്ത് നിൽക്കുകയും പാലത്തിനായിട്ട് പദ്ധതിയിടുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ശ്രീലങ്കയിലേക്ക് പറക്കുന്നതിന് മുമ്പേ ഹനുമാൻ തൻ്റെ സംഘത്തോടൊപ്പം ഇവിടെ വിശ്രമം എടുത്തിട്ടുണ്ടെന്നും രാമായണത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇനി കോദണ്ഡരാമ ക്ഷേത്രത്തിലേക്കാണ് പോയത്. കടലിൽ നിന്ന് വെള്ളം തള്ളിക്കിടക്കുന്നിടത്ത് വെള്ളക്കെട്ടിന് നടുവിലൂടെ 1 കിലോമീറ്റർ നേർവഴിയാണ് ക്ഷേത്രത്തിലേക്ക്. വിഭീഷണൻ ശ്രീരാമന് കീഴ്പ്പെട്ടതും വിഭീഷണനെ ലങ്കയുടെ അധിപനായി രാമൻ വാഴിച്ചതും ഇവിടെ വെച്ചാണ്. അടുത്തതായി നേരെ പോയത് പഞ്ചമുഖ ഹനുമാൻ ക്ഷേത്രം കാണുന്നതിന് വേണ്ടിയിട്ടാണ്. രാമേശ്വരത്ത് തന്നെയാണ്, റോഡ് സൈഡിൽ തന്നെ പോകുന്ന വഴിയിൽ ഒരമ്പലം. അതിനുള്ളിൽ ഹനുമാൻ്റെ വലിയൊരു ശില്പമുണ്ട്. ഇതിനുള്ളിൽ തന്നെയാണ് ഫ്ലോട്ടിംഗ് സ്റ്റോണും ഉള്ളത്. പിന്നീട് നേരെ പോയത് എബിൽ കബിൽ ദർഗ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. രാമേശ്വരത്ത് നിന്നും ധനുഷ്കോടിയിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ടാണ് എബിൽ കബിൽ ദർഗ സ്ഥിതി ചെയ്യുന്നത്. രാമേശ്വരത്ത് അധികം ആരും പോകാത്തൊരു സ്ഥലമാണിത്. ഇനി നിങ്ങളുടെ ധനുഷ്കോടി രാമേശ്വരം യാത്രയിൽ ഇത് കാണാനായിട്ടുള്ള ഒരവസരം ഉണ്ടാക്കിയെടുക്കണം. എബിൽ കബിൽ ദർഗ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്.
ധനുഷ്കോടിയിലേക്ക് പോകുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡിലെ റോഡ് കട്ട് ചെയ്ത് പോയി കഴിയുമ്പോൾ കാണുന്ന സ്ഥലമാണിത്. ഇതിൻ്റെ പേരാണ് ജഡതീർത്ഥം എന്നറിയപ്പെടുന്നത്. ഇത് കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അധികമാരും ചെല്ലാത്ത ഒരു സ്ഥലമാണ്. കാരണം ചെറിയൊരു പേടി തോന്നുന്ന ഒരു സ്ഥലമാണ്. ജഡതീർത്ഥം എന്നാണ് ഇതറിയപ്പെടുന്നത്. രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്ക് 20 കിലോമീറ്ററാണ് ദൂരം. സമുദ്രത്തിലേക്ക് ഒരു നേർരേഖ പോലെ കടലിന് നടുവിൽ നീണ്ടു കിടക്കുന്ന ഒരു തുരുത്ത്. ഇരുവശവും അനന്തമായി പരന്നു കിടക്കുന്ന കടൽ. വലതുവശത്ത് ഇന്ത്യൻ മഹാസമുദ്രവും ഇടതുവശത്ത് ബംഗാൾ ഉൾക്കടലും. റോഡ് ചെന്ന് അവസാനിക്കുന്നത് ഇവിടെ ഭാരതവും അവസാനിക്കുകയാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ അവസാനത്തെ ഭൂപ്രദേശം. ഇവിടെ വെച്ച് ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും സംഗമിക്കുന്നു. ധനുഷ്കോടിയിൽ നിന്ന് വെറും 18 കിലോമീറ്റർ കടലിലൂടെ സഞ്ചരിച്ചാൽ ശ്രീലങ്കയിലെത്താം. മത്സ്യബന്ധനം തൊഴിലാക്കിയ 2000-ഓളം മനുഷ്യരും ഒരു നൂലുപോലെ സമുദ്രത്തിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു പട്ടണം. ഇന്നേക്ക് 56 വർഷങ്ങൾക്ക് മുൻപ് പ്രകൃതിയുടെ വികൃതിയായി പാഞ്ഞെത്തിയ അതിഭീകരമായ ചുഴലിക്കാറ്റും ഭ്രാന്ത് പിടിച്ച വൻതിരമാലകളും കടലാഴങ്ങളിലേക്ക് കൊണ്ടുപോയി ശ്വാസം മുട്ടിച്ചു കൊന്നു. ആയിരക്കണക്കിന് മനുഷ്യരുടെ ഗതി കിട്ടാത്ത പ്രേതങ്ങൾ വിജനമായ കടൽക്കരയിൽ ഇന്നും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മണ്ണ് ഇത് ധനുഷ്കോടി എന്ന പ്രേതനഗരം. ധനുഷ്കോടിയുടെ ചില ദുരന്തമുഖങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പോൾ കാണുന്നത് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ജനറൽ ആശുപത്രിയുടെ ചില അവശിഷ്ടങ്ങളാണ്. ഈ കാണുന്നതാണ് ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നത്. ഈ അമ്പലത്തിൻ്റെ ചില ചിതറിയ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ ഈ വേലി പോലെ കാണുന്നത് ഈ വലിയ കാറ്റടിക്കുമ്പോൾ ഈ മണ്ണെല്ലാം കൂടെ കരയിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആൾക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ചെറിയൊരു പരിപാടിയാണ്. ഈ ദൂരെ കാണുന്നതാണ് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ കടകളും ആശുപത്രിയുടെ ഭാഗമായിട്ടുള്ള ചില കെട്ടിടങ്ങളും പിന്നെ മണ്ണിലാണ്ടുപോയ ഒരു അമ്പലവുമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. റോഡിൻ്റെ 2 സൈഡിലും കച്ചവടക്കാരുണ്ട്. നമ്മൾ അതിലെ പോകുമ്പോൾ വിളിക്കുന്നത് കേൾക്കാം, എന്തെങ്കിലുമൊക്കെ മേടിക്കണം. അവർക്കും ഒരു ഉപജീവന മാർഗത്തിനുള്ള ഒരു വഴിയാണിത്. കടലെടുത്തു പോയ ചില സ്വപ്നങ്ങളും ചില പ്രതീക്ഷകളും എല്ലാം ഇവിടെയുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് റെയിൽവേ ട്രാക്ക്. ധനുഷ്കോടിയിലേക്കുള്ള ട്രെയിൻ അവസാനമായി വന്നു നിന്നതിൻ്റെ ഭാഗം. ഈ കാണുന്നതാണ് വാട്ടർ ടാങ്ക്. ട്രെയിനിൻ്റെ ബോഗികളിലേക്ക് വെള്ളം നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്നത്തെ കാലഘട്ടത്തിൽ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മാർഗം. മുത്തുമാലയും പവിഴമാലയും ശംഖുമൊക്കെ വിറ്റ് ജീവിക്കുന്ന മെലിഞ്ഞൊട്ടിയ സ്ത്രീകളും കുട്ടികളും സാധാരണ ഒരു പകൽവേളയിൽ അങ്ങനെ കാണാം. വരുന്നവരും പോകുന്നവരും അവർക്കൊരു വിഷയമൊന്നുമല്ല. ഓല കൊണ്ട് കെട്ടിപ്പൊക്കിയ ഏതാനും മുക്കുവക്കുടിലുകളും
പ്രേതനഗരത്തിൽ ബാക്കിയായ ചില അവശിഷ്ടങ്ങളും. ധനുഷ്കോടിയിൽ നിന്ന് മടങ്ങുമ്പോൾ അരിച്ചൽ മുനമ്പിലേക്കുള്ള വഴിയിലുള്ള മുക്കോ ഗ്രാമത്തിലെ കാഴ്ചകളാണിവിടം. ദുരന്തം ബാക്കി ശേഷിപ്പിച്ച അവശിഷ്ടങ്ങൾ പ്രേതങ്ങളെപ്പോലെ തലയുയർത്തി നിൽക്കുന്ന ശ്മശാന ഭൂമിയാണ് ധനുഷ്കോടി. ധനുഷ്കോടിയെപ്പറ്റി ധാരാളം കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. രാത്രിയായാൽ കടലിൻ്റെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയ മനുഷ്യരുടെ ആത്മാക്കൾ മോക്ഷം കിട്ടാതെ അലഞ്ഞു തിരിയുന്ന സ്ഥലമാണ് ധനുഷ്കോടി എന്നും കരുതപ്പെടുന്നു. സന്ധ്യ കഴിഞ്ഞ് അവിടെ നിന്നാൽ അപകടം സംഭവിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടെയെല്ലാം ആത്മാക്കൾ ചുറ്റിത്തിരിയുന്നുണ്ടത്രേ. ഗതി കിട്ടാതെ അലയുന്ന പ്രേതങ്ങളുടെ വികാരഭൂമി ധനുഷ്കോടി. മടക്കയാത്രയിൽ മനസ്സിന് വളരെ വിഷമമായിരുന്നു. സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട മനുഷ്യരുടെ ഭൂമിയിൽ നിന്നും പ്രതീക്ഷകളുടെ സ്വപ്നങ്ങളുടെ ലോകത്തിലേക്ക് വന്നപ്പോഴുണ്ടാകുന്ന ഒരു ചെറിയൊരു വിഷമം. അവിടെ നിന്ന് നേരെ അഗ്നിതീർത്ഥത്തിലേക്ക് വന്നിറങ്ങി. ധനുഷ്കോടിയിൽ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോയ മനുഷ്യർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് വെറുതെ അഗ്നിതീർത്ഥത്തിൽ ഒന്ന് മുങ്ങിക്കുളിച്ചു. അവിടെ നിന്ന് നേരെ നാട്ടിലേക്ക്.